ചേട്ടാ ഈ നാട്ടുകാർ തെണ്ടുകളോട് പോയി പണി നോക്കാൻ പറ. നമ്മൾ രാവിലെ എഴുന്നേക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, കിടന്നുറങ്ങുന്നു, പിന്നെ ഉച്ചയ്ക്ക് എഴുന്നേൽക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, കിടന്നുറങ്ങുന്നു. ഇതാണ് നമ്മുടെ ടൈം ടേബിൾ. അതിനിടെ 2 അടിക്കണു, 2 മരിക്കണു. എന്നാ സാധനം അറിയണ? അമൃത് അമൃത് അമൃതാണ്, അമൃത് അമൃത് അമൃതാണ് ഈ സാധനം, അമൃത്. ഇതിങ്ങനെ വെച്ചിട്ട് വേണ്ട, വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ കത്തിച്ചിട്ട് അണ്ണ ഇന്നലെ ഉണ്ടായ സംഭവങ്ങൾ ഞാൻ മുഖേനയോ അണ്ണൻ മുഖേനയോ മൂന്നാമതൊരാളുടെ ചെവിയിൽ എത്തരുത്. അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ 2 പേരും കുടുങ്ങും. മനസ്സിലായോ? ഞാൻ വീണ്ടും പറയുകയാണ്, ഞാൻ മുഖേനയോ അണ്ണൻ മുഖേനയോ ഇത് പുറത്തൊരാളറിയരുത്. ഓക്കെ, നമുക്കിവിടുന്ന് പോവാം. വാ. ചേട്ടാ എത്രയായി? 60 രൂപ. അച്ഛൻ്റെ പറ്റിൽ എഴുതിക്കോ ചേട്ടാ. അച്ഛൻ്റെ പറ്റിൽ എഴുതിക്കോ. അച്ഛൻ്റെ പറ്റല്ലേ? എൻ്റെയൊക്കെ തന്തമാർ ഇതൊക്കെ തന്നെ പറയാറുള്ളത്. പിന്നെ നിങ്ങളും കൂടെയാണ് തുടങ്ങിക്കഴിഞ്ഞാൽ ഇതൊരു കഷ്ടപ്പാടാ. ഞങ്ങൾ തരാം ചേട്ടാ, ഞങ്ങൾ എന്തായാലും തരാം, ഉറപ്പാ. ശരി, അതെ പോയിട്ട് വരാം ചേട്ടാ.
ನಿನ್ನ ಮನದಲ್ಲಿ ಆತುರ ನನ್ನ ಕಣ್ಣಲ್ಲಿ ಕಾತರ ನೀನು ನನ್ನನು ಅಪ್ಪಿದಾಗಲೇ ಅಪ್ಪಪ್ಪ ಬಾಳೆಂಥ ಸುಂದರ ಸುಂದರ ಅಯ್ಯ ನಿನ್ನ ಮನದಲ್ಲಿ ಆತುರ ನಿನ್ನ ಕಣ್ಣಲ್ಲಿ ಕಾತರ എന്ത് മനോഹരമാണല്ലോ അണ്ണ അതെ അതെ ഇവിടെ നോക്കിയേ. ഇത് അങ്ങോട്ട് നോക്കിയേ. അവിടെ എന്താടാ കാണുന്നത്? വീഴാൻ പോവാണ് അണ്ണാ. അങ്ങനത്തെ എന്താ സാധനം ശരിക്കും നടക്ക്. അണ്ണൻ്റെ വീടെത്തിയല്ലേ. ആ ഇടത്തിയോ? ശരി ആ അതന്നെ ശരി. അണ്ണൻ്റെ വീട്. ആ അയ്യോ ഈ അണ്ണൻ്റെ ഒരു കാര്യം നടക്കാനും അറിയില്ല. അണ്ണ ആ വഴി തെറ്റിയോ നമുക്ക്? ഇല്ല, ആകെ തല ഇങ്ങനെ കിടന്ന് പേരിക്കുന്ന പോലെ. ഇത് തന്നെ വഴി. നീ എൻ്റെ കൂടെ വന്നാൽ മതി. അണ്ണാ ആ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ആ ഇത് രാത്രിയാണോ അതോ പകലാണോ? ഇത് രണ്ടും പോലെ തോന്നുന്നല്ലോ. എനിക്ക് ആകെ രാത്രിയായിട്ടാകെ മൂടിക്കെട്ടി നിൽക്കുന്ന പോലെ തോന്നുന്നത്. അഥവാ ഇത് രാത്രി തന്നെ ആയിരിക്കുമോടാ? നമ്മൾ അത്ര നേരമൊക്കെ അവിടെ ഇരുന്ന് സമയം കളഞ്ഞു. രാത്രിയായിട്ട് എനിക്ക് തോന്നുന്നത്. നമുക്ക് വഴി തെറ്റിയോ അണ്ണാ? ഇത് ഏത് വഴി എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. സമയം എത്രയായി ഉണ്ടാവുമല്ലേ? സമയം എത്രയായെന്ന് എനിക്ക് മനസ്സിലാവും. അതാണ് ഈ കാണുന്ന വഴിയിലൂടെ പോയാൽ മതിയില്ലേ? ആ വഴി. അണ്ണം പറഞ്ഞ വഴിയൊക്കെ സഞ്ചരിച്ച് നമ്മൾ വേണ്ട ഇതേ വഴിക്ക് തന്നെ ചെന്ന് ചാടുവാണല്ലോ അണ്ണ. ഏയ് അണ്ണാ പതുക്കെ ഇറങ്ങ്. നോക്ക് നോക്ക് നോക്ക്. പിന്നെ പതുക്കെ 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 പതുക്കെ. ഇങ്ങോട്ട്. ഈ വഴി താഴത്തോട്ട് ഇറങ്ങിക്കോ. ആ എന്നാ സൂക്ഷിച്ചിറങ്ങി കേട്ടോ. ആ അണ്ണാ ഉം. ഇങ്ങോട്ട് വന്നേ. പോട്ടെ. ശ്രദ്ധിച്ചിട്ട് നടക്ക്. അണ്ണാ ഇത് ഏത് സ്ഥലം മനസ്സിലാവുന്നില്ലല്ലോ. ഇത് എവിടെയാണ് ഇത്? അതൊന്നും കടന്നു. എന്ത് പറ്റി? എന്ത് പറ്റി? വലിയ നടക്ക് വേഗം. അയ്യോ വേഗം ഓടിക്കോ. അയ്യോ 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 ഓടാ. ഓടാനൊന്നും പറ്റുന്നില്ലല്ലോ. അയ്യോ അയ്യോ ഇവിടുത്തെ നാട്ടുകാരെന്ന് പറയുന്ന പാർട്ടി കഴുകാരുടെ മക്കള് അവന്മാരല്ല നമുക്ക് ചെലവ് തരുന്നത്. നമ്മൾ നമുക്ക് തോന്നിയ പോലെ ജീവിക്കും. അങ്ങനത്തെ കൂടി കുടിക്കാൻ അവര് കുടിക്കണ ആ നായിന്റെ മക്കളെ എന്റെ കൈ കിട്ടി കഴിഞ്ഞ ഒരൊറ്റ എണ്ണത്തിന് ഞാൻ വഴവിടില്ല.
എല്ലാത്തിനും സാമാനം വെട്ടിക്കളയണം. വേണ്ട? വേണം. ആ ഈ സാധനം ഇത് കയ്യിലൊന്ന് കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഫുൾ പവറല്ല തന്നെ, ഫുൾ പവറ്. ഈ നാറികളുടെ വിചാരെന്താ? എല്ലാ ദിവസവും പണിക്ക് പോയി ജീവിതം തറതരത്ത് നശിപ്പിച്ച് കളയുന്ന നാറികള്. അവന്മാരോട് പോയി പണി നോക്കാൻ പറ. ആ പട്ടി തെണ്ടി ചേറ്റ പാന കഴിവരുടെ മക്കളോട് പണി നോക്കാൻ പറയണ. പണി നോക്കാൻ പറ. അണ്ണ എന്തെങ്കിലും പിടിച്ചേ. ഇത് Cheers. Cheers. Yes. ഈ സാധനം നല്ല അടിപൊളി സാധനം തന്നെ അല്ലണ്ണ. നല്ല കമ്പനി ബ്രാൻഡാണ്. ആര് ആരാ ആരാ? ആരാ ഇതന്നെ എടാ ഇവിടെ വാടാ. ഇതന്നെ ഇവിടെ വാടാ മോനെ. വാടാ വാടാ എടാ വാടാ. എടാ വാടാ വാടാ വാടാ. വീടെവിടെയാ? എന്നാ പിടിച്ചോ, 2 അടിച്ചോ. ഒരു കമ്പനി കേട്ട് എന്നാടാ അടിക്കടാ. അടിക്കടാ മോനെ. എന്താ മുഖത്തൊരു വിഷമം? എന്നാ വലിച്ചോ, നല്ലതാ. ആ സാധനം അവന് കൊടുക്കല് കേട്ടാ. ഇടക്ക് സാധനം എന്താ വയ്യേ? എന്ത് തോന്നുന്നു? ഒന്ന് ഇരുത്തി വലിച്ചേ. എങ്ങനെയുണ്ട് ഈ സാധനം? ഇതുപോലൊരു സാധനം മുൻപ് വലിച്ചിട്ടുണ്ടോടാ? ഇനി വേണോ? കൊടുക്കണ്ട. ആ സാധനം ഭയങ്കര സാധനമാണ്. ഇത് കൊടുക്കണ്ട.
തള്ളേ, ഈ തള്ളേനെ ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ. ഇത് ഏത് തള്ളേ? ഉമ്മ ചിരിക്ക് തള്ളേ. വീട് എവിടെയാ? ഈ തള്ളയുടെ മുഖം നോക്കിയേ. തള്ളേ ഉമ്മ ചിരിക്ക്. ഒന്നും മിണ്ടിക്കൂടെ? തള്ളേ ഒന്ന് ചിരിക്ക് തള്ളേ. തള്ളേ ഊയ്. തള്ളേ എന്താ തള്ളേ ഒന്ന് ചിരിക്ക് തള്ളേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവ് ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ഏകദൈവത്തിനെ വിശ്വസിക്കുന്നു. തൻ്റെ പുത്രനും നമ്മുടെ കർത്താവുമായ ഈശോ മിശിഹായെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ പള്ളിയിൽ പോയി വന്നപ്പോൾ എന്തൊരു ആശ്വാസമല്ല അണ്ണ. ഇനി മുതൽ നമുക്ക് എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ വരണം. അണ്ണൻ്റെ അഭിപ്രായം? കഴിഞ്ഞ കാലമൊക്കെ ആലോചിക്കുമ്പോ ടെൻഷനാവാണെന്നാ. കള്ള് കഞ്ചാവ് എന്തൊക്കെയായിരുന്നു. നമ്മൾ അത്ര വലിയ ഭാവികളായിരുന്നു അല്ലേ. പിന്നെ ഇനി മുതൽ നമ്മൾ ഒരു സാധനം നമ്മൾ ഉപയോഗിക്കുന്നില്ല. എന്താണ് എന്റെ അഭിപ്രായം? അതെ ശരിയാ. പിന്നെ നല്ല ജീവിതം നയിക്കാൻ. പിന്നെ വേറെ കാര്യം ഞാൻ പറയട്ടെ. ആ പിശാചി തള്ള നമ്മളെ കൊല്ലാതെ വെറുതെ വിട്ടത് എന്തോ ഭാഗ്യം എന്ന് വേണമെങ്കിൽ പറയാം. ആ ചെറുക്കനോടെ ചത്തുകിടക്കുന്ന കണ്ടല്ലേ? കണ്ടു കണ്ടു. തള്ള ഇതിനെ കൊന്നത്. ഇത് നമ്മളല്ലാതെ വേറൊരാൾ പറയരുത്. ഇനി മുതൽ നമ്മളങ്ങോട്ട് നന്നാവാൻ വേണ്ടി പോവാണ്, ജോലിക്ക് പോകാൻ വേണ്ടി പോവാണ്. ഓക്കെ ഓക്കെ. വാ നമുക്ക് നല്ലൊരു ജോലി ആദ്യം കണ്ടോ. ഇങ്ങോട്ട് മതി. അതെ.